ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന രഹസ്യ അറകളുടെ മാന്ത്രിക ചെപ്പായ ഒരു ഫയലിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു 2 ദിവസമായി. അമേരിക്കയിൽ പ്രസിഡന്റ് ട്രംപ് ഒപ്പിട്ട ആ ഫയൽ തുറക്കുമ്പോൾ ലോകവ്യാപകമായി അതിവമ്പന്മാരുടെ രാഷ്ട്ര തലവന്മാരുടെ ഇക്കിളി രഹസ്യങ്ങളും സാമ്പത്തിക രഹസ്യങ്ങളും അടക്കമുള്ള ഒരു ഉഗ്ര സ്ഫോടനത്തിന് ശേഷിയുള്ള മരുന്നുകൾ അടങ്ങിയ ആ ഫയലാണ് തുറക്കപ്പെടുന്നത്. ആരാണ് എപ്സ്റ്റീൻ? സത്യത്തിൽ എപ്സ്റ്റീൻ ഫയൽ എന്താണ്? അതിലടങ്ങിയിട്ടുള്ളത് എന്താണ്? സംഗതി ഇത്തിരി ഭീകരം തന്നെയാണ്. ജെഫ്രി എപ്സ്റ്റീൻ എന്ന ഒരു കുറ്റവാളി ഉണ്ടായിരുന്നു. ലോകത്തെ ഞെട്ടിച്ച സെക്സ് റാക്കറ്റിൻ്റെ തലവൻ. പ്രായപൂർത്തിയാകാത്ത നിരവധി പെൺകുട്ടികളെ പീഡിപ്പിച്ച ഒരു കുറ്റവാളിയാണ് ഇയാൾ. 2008 ജെഫ്രിയെ ശിക്ഷിച്ചു. 2010 അയാൾ ജയിലിൽ വെച്ച് മരണപ്പെടുകയും ചെയ്തു. ജെഫ്രിയുടെ മരണശേഷം മൂടിവെക്കപ്പെട്ട ഈ ഫയൽ ഡൊണാൾഡ് ട്രംപ് ഭരണത്തിലേറിയതിനു ശേഷം സെനറ്റിൻ്റെ ഭൂരിപക്ഷ അംഗങ്ങളുടെയും പൂർണ്ണ പിന്തുണയോടെ ഒപ്പുവെക്കുകയായിരുന്നു പുറത്തു കൊണ്ടുവരുവാൻ. ഒപ്പുവെച്ച് 30 ദിവസത്തിനകം അത് വെളിച്ചത്ത് വരണമെന്നതാണ് നീതിന്യായ വകുപ്പ് പറയുന്നത്. 10,000-കണക്കിന് രേഖകൾ ക്രമീകരിച്ച താളുകളും 300 GB ഡിജിറ്റൽ തെളിവുകളും അടങ്ങിയ ഇതിൻ്റെ അറകളിൽ ഒളിഞ്ഞിരിക്കുന്നത് ലോകത്തിലെ പ്രമുഖരുടെ ഒരു വലിയ കൂട്ടത്തെയാണ്. ജെഫ്രി തൻ്റെ രഹസ്യ അറയിലൂടെ ഇരുട്ടത്ത് നിർത്തിയിരിക്കുകയാണ് ഇവരെ. ഇവിടെ മറ്റൊരു ചോദ്യം ഉയരും. ജെഫ്രിയുടെ അമേരിക്കയിലെ ഈ രഹസ്യ അറ തുറന്നാൽ അത് ഇന്ത്യയെ എങ്ങനെ ബാധിക്കുമെന്നത്. ഇപ്പോൾ ആ ലിസ്റ്റിൽ ബ്രിട്ടൻ രാജകുടുംബാംഗമുണ്ട്, അമേരിക്കൻ മുൻ പ്രസിഡന്റുമാരായ ലോക നേതാക്കളുണ്ട്, ബിൽ ക്ലിന്റന്റെ അടുത്ത സഹായി ഡബ്ബാനുണ്ട്, ലിയാനോ ഡി കാപ്രിയോ ഉണ്ട്, ബ്രിട്ടീഷ് ഭൗതിക ശാസ്ത്രജ്ഞൻ സ്റ്റീഫൻ ഹോക്കിംഗ് ഉണ്ട്, ബ്രിട്ടൻ രാജകുടുംബാംഗമായ പ്രിൻസ് ആൻഡ്രൂവുമുണ്ട്, പോപ്പ് താരം മൈക്കിൾ ജാക്സൺ ഉണ്ട്, ഗൂഗിളിന്റെ സഹസ്ഥാപകനായ സർജീവ് റിംഗ് ഉണ്ട്, മജീഷ്യൻ ഡേവിഡ് കോപ്പർട്ടി ഉണ്ട്, US ശതകോടീശ്വരൻ ഗ്ലെൻഡിനുണ്ട്, ഫ്രഞ്ച് മോഡലിംഗ് ഏജന്റായ ജീൻ ലെഗ്ബ്രിനലുണ്ട്, ബരാക് ഒബാമയുടെ സന്തത സഹചാരി വില്യം ജബ്ബോനുണ്ട്, ഹോളിവുഡ് നടി കാമറൂൺ ഡെയ്സ് ഉണ്ട്, ഓസ്ട്രേലിയൻ നടി കെയ്റ്റ് ബ്ലാൻറ്റ്, അമേരിക്കൻ നടൻ കെവിൻ സ്പേസ് തുടങ്ങി അതിപ്രശസ്തരുടെ ലിസ്റ്റിലേക്കാണ് മോദിയുടെ പേരും വരുന്നത് എന്നതാണ് നമ്മുടെ ഇന്ത്യ രാജ്യം ഉറ്റുനോക്കുന്നത്. ലോകത്തിലെ വമ്പന്മാർക്കിടയിൽ പേരുകേട്ട ഇന്ത്യയിലെ ഉന്നത ഭരണാധികാരികളും വൻകിട ബിസിനസ് മാഗ്നറ്റുകളും സിനിമാ മേഖലയിലുള്ളവരും അധോലോക കിങ്ങുകളും അടക്കമുള്ളവരുടെ വഴിവിട്ട ബന്ധങ്ങളും അബ്യൂസുകളും നിയമവിരുദ്ധമായി നടത്തിയ ഇടപെടലുകളും അടക്കമുള്ള അതീവ രഹസ്യങ്ങൾ ഇതിലുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇതിൽ ഇന്ത്യയെ ബാധിക്കുന്നത് നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി അടക്കമുള്ള രാഷ്ട്രീയ അധികായന്മാരുടെ പേരുകൾ ഉണ്ടോ എന്ന ചർച്ചയാണ്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നിന്നും സുബ്രഹ്മണ്യം പോറ്റി ഒരു ട്വീറ്റ് ചെയ്തിരുന്നു. ആ ഫയലിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വ്യക്തിജീവിതത്തെയും രാഷ്ട്രീയ പ്രതിച്ഛായയെയും പ്രതിക്കൂട്ടിലാക്കുന്ന വിവരങ്ങൾ എപ്സ്റ്റീൻ ഫയലിൽ ഉണ്ടെന്ന ആരോപണമാണ് സുബ്രഹ്മണ്യം പോറ്റി നടത്തിയത്. അതിന് പിന്നാലെ മഹാരാഷ്ട്ര മുൻ മന്ത്രി പൃഥ്വിരാജ് ചൗഹാൻ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ BJPയുടെ അടിത്തറ ഇളക്കുന്ന സംഭവ വികാസങ്ങളായിരിക്കും ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ജെഫ്രിയും എന്ന ഒരു അന്താരാഷ്ട്ര കുറ്റവാളിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അപ്പോയിൻമെന്റ് കലണ്ടറിലേക്ക് ഇവരെ എങ്ങനെ പ്രവേശനം കിട്ടി എന്നത് ദുരൂഹമാണ് എന്ന് മാത്രമല്ല, എന്തിനാണ് മോദി ഇത്തരം കുറ്റവാളികളുമായി അന്തർധാര സൃഷ്ടിക്കുന്നത് എന്ന ചോദ്യവും രാജ്യത്ത് ഉയരുന്നുണ്ട്. വൈറ്റ് ഹൗസ് മുൻ സ്ട്രാറ്റജിസ്റ്റ് സ്റ്റീവ് ബാനറുമായി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നിശ്ചയിക്കുന്നതിൽ എപ്സ്റ്റീൻ ഇടനിലക്കാരനായി പ്രവർത്തിച്ചു എന്നതിൻ്റെ തെളിവ് ഇമെയിൽ സന്ദേശങ്ങൾ വഴി വെളിയിൽ വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിക്ക് എപ്സ്റ്റീനുമായി ഉള്ള അടുത്ത ബന്ധമാണ്. ന്യൂയോർക്കിൽ ഇന്ത്യയുടെ നയതന്ത്ര പ്രതിനിധിയായിരുന്ന കാലത്ത് 5-ലധികം തവണ ഹർദീപ് സിംഗ് പുരി എപ്സ്റ്റീനുമായി കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട് എന്നതും ചർച്ചയിൽ വരികയാണ്. ക്രിമിനൽ കുറ്റത്തിന് അറസ്റ്റിലായതിനു ശേഷവും എപ്സ്റ്റീനുമായി ബന്ധം തുടർന്നു എന്നതും ദുരൂഹത വർദ്ധിക്കുന്നത് തന്നെയാണ്. രാജ്യത്തിൻ്റെ മന്ത്രിമാരും ഭരണ നേതൃത്വത്തിലിരിക്കുന്നവരും ഇത്രയും കാലം നികൃഷ്ടനായ ഒരു കുറ്റവാളിയുമായി ഏത് തരത്തിലുള്ള സമ്പർക്കമാണ് നടത്തിയിരുന്നത് എന്നതാണ് ജനത്തിൻ്റെ ഇപ്പോഴത്തെ ചോദ്യം. ഈ എപ്സ്റ്റീൻ ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദിൻ്റെ ഏജന്റായിരുന്നു എന്ന സംശയം ശക്തമാണ്. 2017 ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ഇതിൻ്റെ ഉള്ളുകള്ളികളിലേക്ക് ചെറിയ ഒരു വെളിച്ചം വീശുന്നതായി നമുക്ക് കാണാം. അന്ന് പ്രധാനമന്ത്രി മോദി ഇസ്രയേൽ സന്ദർശിച്ചു. ഓർക്കണം, ഇസ്രയേൽ സന്ദർശിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അതേ വർഷം തന്നെ ഇസ്രയേൽ ഇന്ത്യ ആയുധ ഇടപാടുകളിൽ ഇന്ത്യ 1ാം സ്ഥാനത്തെത്തിയതും കൂടി വായിക്കേണ്ടിയിരിക്കുന്നു. ഇതിനിടയിൽ അനിൽ അംബാനിക്ക് ഇസ്രയേൽ ആയുധ കമ്പനിയുടെ കരാർ ലഭിച്ചതും റാഫേൽ ഇടപാടിൽ ഇസ്രയേൽ സാന്നിധ്യവും എല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഒരു അപാകത
മണക്കുന്നുണ്ട് എന്നത് സത്യം തന്നെയാണ്. മോദിയുടെ വാഷിംഗ്ടൺ സന്ദർശനവും ഇന്ത്യ ഇസ്രായേൽ നയതന്ത്ര നീക്കങ്ങളും എപ്സ്റ്റീൻ്റെ ഇമെയിലുകളിൽ വന്നത് നേരത്തെ തന്നെ ചർച്ചയായിരുന്നു. മോദി ട്രംപ് ബന്ധത്തിന്റെ കണ്ണി പോലും ബന്ധിപ്പിക്കുന്നത് ഈ രഹസ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ അന്താരാഷ്ട്ര നേതാക്കളെ വലയിലാക്കാനും അവരെ വരുതിക്ക് നിർത്തുന്നതിനും ഇത്തരം ദല്ലാൾമാർ ബ്ലാക്ക് മെയിലിംഗ് തന്ത്രം മെനയുന്നത് ചരിത്രം നമുക്ക് കാണിച്ചു തരുന്നുണ്ട് പലപ്പോഴും. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ സുബ്രഹ്മണ്യൻ സ്വാമി എന്നത് വെറും ഒരു പേരല്ല എന്നത് നമുക്ക് നന്നായി അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എപ്സ്റ്റീൻ ഫയലുമായി ബന്ധപ്പെട്ട് മുൻപ് നീന വ്യാസിന് സ്വാമി ഒരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു. മോദിയെ കടന്നാക്രമിക്കുന്ന തരത്തിലാണ് അദ്ദേഹം ആ വീഡിയോയിൽ പറഞ്ഞത്. അമേരിക്കൻ ഇന്റലിജൻസിന്റെ കയ്യിൽ നരേന്ദ്രമോദിയുടെ ചില രഹസ്യങ്ങൾ ഉണ്ട്, അത് പുറത്തു വന്നാൽ മോദി തകരുമെന്നൊക്കെയാണ് സ്വാമി അന്ന് പറഞ്ഞു വെച്ചത്. എപ്സ്റ്റീൻ ഫയലിലേക്ക് വെളിച്ചം വീശുന്ന ഒരു സൂചന തന്നെയാണ് സ്വാമി അന്ന് നടത്തിയത് എന്ന് വേണം കരുതാൻ. ശേഷം കഴിഞ്ഞ ദിവസം ഒരു ട്വീറ്റ് ഇട്ടു. അതിലും അതീവ ഗുരുതരമായ ആരോപണമാണ് സ്വാമി നടത്തിയത്. പക്ഷേ ഇപ്പോൾ ആ ട്വീറ്റ് കാണാനില്ല. പുറകെ തന്നെ സ്വാമിയും അപ്രത്യക്ഷനായി എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ലോകം കാത്തിരിക്കുന്ന ഈ രഹസ്യ ഫയലിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഭാവി ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഇതിനോടകം പുറത്തു വന്ന ചില വെളിപ്പെടുത്തലുകളിലൂടെ വ്യക്തമായതാണ്. പക്ഷേ പൂർണ്ണമായും അതിലടങ്ങിയ രഹസ്യങ്ങൾ വെളിയിൽ വരുമോ എന്നതും ഇപ്പോൾ ആശങ്കയുളവാക്കുന്നുണ്ട്. അമേരിക്കൻ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് പൂർണ്ണമായ രേഖകൾ പുറത്തു വിട്ടിട്ടില്ല. കടപുഴകുന്ന വൻമരങ്ങളെ സംരക്ഷിച്ചു നിർത്തി നമ്മുടെ ഹേമ കമ്മീഷൻ പോലെ ഞാഞ്ഞൂലുകളെ ഇരയായി ഇട്ടുകൊടുക്കുന്ന അവസ്ഥ വരില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും പ്രായപൂർത്തിയാകാത്ത നിരവധി പെൺകുട്ടികളെ പീഡിപ്പിക്കുകയും വമ്പന്മാർക്ക് കാഴ്ചവെക്കുകയും മനുഷ്യക്കടത്ത് നടത്തുകയും ചെയ്ത ഒരു അന്താരാഷ്ട്ര കുറ്റവാളിയുമായി മോദിക്ക് എന്ത് തരത്തിലുള്ള ബന്ധമാണ് ഉള്ളത് എന്ന് വ്യക്തമാക്കണമെന്ന ശക്തമായ ചോദ്യം രാജ്യത്ത് ഉയരുകയാണ്. ഈ അവിശുദ്ധ ബന്ധം രാജ്യത്തെ ഒറ്റുകൊടുക്കാനോ അതോ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കോ എന്നതും നാളെ മോദി തുറന്നു പറയേണ്ടി വരും. എപ്സ്റ്റീൻ കൂട്ടുകെട്ട് ട്രംപിനുണ്ടായിരുന്നു എന്ന് ഏറ്റവും മോശമായ രീതിയിൽ ട്രംപ് അത് ഉപയോഗിച്ചു എന്നും ട്രംപിന്റെ അടുത്ത സുഹൃത്ത് ഇലോൺ മസ്ക് മുമ്പ് പറഞ്ഞിരുന്നു. ഇലോണിന്റെ ഈ ആരോപണം ഉള്ളതാണെങ്കിൽ ഈ രഹസ്യ ഫയൽ എത്രത്തോളം പുറത്തു വരും എന്നതും ചോദ്യമുനയിലാണ്. അങ്ങനെയെങ്കിൽ മോദി തൽക്കാലത്തേക്ക് രക്ഷപ്പെടും. പക്ഷേ അപ്പോഴും ഇന്ത്യയിൽ മോദി ഇതിൻ്റെ പല ചോദ്യങ്ങൾക്ക് മുന്നിലും വിയർക്കേണ്ടിയും വരും. അല്ലെങ്കിൽ ആകെ തകർന്ന മോദിയെ പ്രതിപക്ഷം പ്രതിരോധത്തിലാക്കുമെന്നത് ഉറപ്പാണ്. അമേരിക്കയിൽ ഡെമോക്രാറ്റിക് പാർട്ടി ഇത് മുഴുവനായും പുറത്തുവിടുവാനുള്ള ആവശ്യം ഉന്നയിച്ച് പ്രക്ഷോഭം ഘടിപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ട്രംപിന് ഈ ഫയൽ പുറത്തുവിടേണ്ടി വരും. അങ്ങനെ വന്നാൽ വരും ദിനങ്ങൾ എന്തുകൊണ്ടും മോദിക്കും BJPക്കും നിർണായകമായിരിക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.